ഹോസ്പിറ്റലിലൊന്നും ജോലി കിട്ടാഞ്ഞിട്ടാണോ നീ നഴ്സിംഗ് ഹോമിൽ പോയി വർക്ക് ചെയ്യുന്നത്? ഇങ്ങനെ പല രീതിയിലും പല കാര്യങ്ങൾ നിങ്ങൾ നഴ്സിംഗ് ഹോമിലെ ജോലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതും ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥയാണ്. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നഴ്സുമാർക്ക് നഴ്സിംഗ് ഹോമിൽ യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എല്ലാ നഴ്സുമാർക്കും ഡ്യൂട്ടി ആരംഭിക്കുന്നത് തന്നെ ഹാൻഡ് ഓവറോടെയാണ്. അതുപോലെ തന്നെയാണ് നഴ്സിംഗ് ഹോമിലും ഡ്യൂട്ടി ആരംഭിക്കുന്നത് ഹാൻഡ് ഓവറോടെയാണ്. അപ്പോൾ നഴ്സിംഗ് ഹോം എന്താണ് എന്നതിനെക്കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയായിട്ട് മാത്രം ഞാൻ പറയാണ്. നഴ്സിംഗ് ഹോം എന്നാൽ അയർലൻഡിൽ ഓൾഡർ അഡൾട്ട്സ്, അതായത് ഓൾഡർ സിറ്റിസൺ അല്ലെങ്കിൽ ഡിമെൻഷ്യ, ഡെലീറിയം, പാർക്കിൻസൺസ് അങ്ങനെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവർക്ക് അവരുടേതായ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, അതായത് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ സ്വന്തമായി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അവരുടെ ഫാമിലീസിന് പ്രോപ്പറായിട്ടുള്ള കെയർ കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടും അവരെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് നഴ്സിംഗ് ഹോം. ഓക്കെ, അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് നഴ്സിംഗ് ഹോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നഴ്സിംഗ് ഹോം തന്നെ പല കാറ്റഗറി ഉണ്ട്. ചില നഴ്സിംഗ് ഹോമിൽ ഡിമെൻഷ്യ കെയർ, അതായത് ഡിമെൻഷ്യ കെയറിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടി ഡിമെൻഷ്യ യൂണിറ്റുകൾ തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സർവീസിനൊക്കെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള റീഹാബിലിറ്റേഷൻ സർവീസ് ഉള്ള കൂടെ അതിൻ്റെ പാർട്ടായിട്ടുള്ള നഴ്സിംഗ് ഹോംസ് ഉണ്ട്. അതുപോലെ തന്നെ റെസ്പൈറ്റ് കെയർ, അതായത് നഴ്സിംഗ് ഹോമിൽ നമ്മൾ എപ്പോഴും ലോങ് ടൈം കെയർ ആണ് പേഷ്യൻസിന് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിൽ നമ്മൾ എപ്പോഴും പേഷ്യൻസിന് റെസിഡൻ്റ് എന്നാണ് പറയുന്നത്. കാരണം ആ റെസിഡൻ്റ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അവിടെ നഴ്സിംഗ് ഹോമിൽ വന്നാൽ പിന്നെ അവരുടെ അഡ്മിഷൻ തൊട്ട് അവരുടെ മരണം വരെ അവർ ആ നഴ്സിംഗ് ഹോമിൽ തന്നെയായിരിക്കും യൂഷ്വലി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻസിനെ റെസിഡൻ്റ് എന്നാണ് നമ്മളവരെ അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഒരു നഴ്സിംഗ് ഹോമിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പം നഴ്സിംഗ് ഹോമിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും നഴ്സിൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന ഹാൻഡ് ഓവറോടെയാണ്. അപ്പം ഈ ഹാൻഡ് ഓവറിൻ്റെ സമയത്ത് നമുക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന 8 മണിക്കാണ്. 8 മണിക്ക് നമ്മൾ നഴ്സിൻ്റെ കയ്യിൽ ഡേ ഡ്യൂട്ടി ആണെങ്കിൽ ഹാൻഡ് ഓവർ എടുക്കുന്നു. അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാൻഡ് ഓവറിൻ്റെ സമയത്ത് നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനില്ലായിരിക്കും. കാരണം ഓൾറെഡി നമുക്ക് നോൺ ആയിട്ടുള്ള, കാരണം ഈ പേഷ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ലോങ് ടൈം കെയർ റിസീവ് ചെയ്യുന്ന പേഷ്യൻസ് ആണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാനില്ലായിരിക്കും. ആ നൈറ്റിലാണെങ്കിൽ എന്തൊക്കെയാണ് പേഷ്യൻസിൻ്റെ ഉണ്ടായ കാര്യങ്ങൾ എന്നുള്ള അങ്ങനെ ഒരു ക്വിക്ക് ഹാൻഡ് ഓവർ നമ്മൾ എടുക്കുന്നു. അത് കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേഷ്യൻസിനെ എല്ലാം പോയി ചെക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരു നഴ്സിംഗ് ഹോമിൽ ഒരു 50 റെസിഡൻസ് ആണോ ഉള്ളത്, ആ ഒരു ബെഡാണോ ഉള്ളതെങ്കിൽ 25 അങ്ങനെ 2 ഫ്ലോറായിട്ടായിരിക്കും തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലോറിന് ഒരു നേഴ്സ്, അങ്ങനെയാണ് നഴ്സിംഗ് ഹോമിൽ. അല്ലാതെ നമ്മുടെ ഹോസ്പിറ്റൽസിലെ പോലെ 3-4 നഴ്സുമാരൊന്നും നഴ്സിംഗ് ഹോമിൽ കാണുകയില്ല. ഓക്കെ, അപ്പം ഒരു നഴ്സിന് ഒരു ഫ്ലോറിന് ഒരു നേഴ്സ്. ഓക്കെ, അപ്പോൾ 2 ഫ്ലോറിലും കൂടെ 2 നഴ്സുമാർ കാണും. അപ്പം നമ്മുടെ 25 പേഷ്യൻസിൻ്റെയും A to Z കാര്യങ്ങൾ നോക്കുന്നത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ നേഴ്സിൻ്റെ, അതായത് നഴ്സിംഗ് ഹോമിലെ ഒരു പേഷ്യൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്ക് തന്നിരിക്കുന്ന ആ ഫ്ലോറിൽ നമ്മുടെ പേഷ്യൻസിന് എന്ത് സംഭവിച്ചാലും അതെല്ലാം ഈ നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഹാൻഡ് ഓവർ എടുക്കുന്നു, പിന്നെ പേഷ്യൻസിനെ എല്ലാം പോയി ചെക്ക് ചെയ്യുന്നു. കാരണം നമ്മുടെ പേഷ്യൻസ് എപ്പോഴും സേഫാണ്, സ്റ്റേബിളായിട്ട് ഇരിക്കുകയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം നമുക്കറിയാം ഓൾഡർ അഡൾട്ട്സ് ആണ്, കൺഫ്യൂഷൻ ഉണ്ടാവും, ഡിമെൻഷ്യ ഒക്കെ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് അവരെപ്പോഴും സേഫായിട്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം അങ്ങനെ നമ്മുടെ പേഷ്യൻസ് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ മോർണിംഗ് തന്നെ അവർക്ക് HCSന് പേഷ്യൻസിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, പേഷ്യൻ്റ് അലോക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻസിനെ പേഴ്സണൽ കെയറിനും കാര്യങ്ങൾക്ക് വേണ്ടി HCSൻ്റെ കൂട്ടത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ പേഴ്സണൽ കെയർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് നമ്മൾ ചെല്ലുമ്പം നൈറ്റ് ഡ്രസ്സിലായിരിക്കും. അപ്പോൾ അവരെ എണീപ്പിച്ച് അവരെ ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി, അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്ന പേഷ്യൻസ് ആണെങ്കിൽ അങ്ങനെ ടോയ്ലറ്റിൽ പോകാൻ എൻകറേജ് ചെയ്യുക. അല്ലാതെ അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മൾ അവരെ ടോയ്ലറ്റിൽ പോകാനായിട്ടൊക്കെ അസിസ്റ്റ് ചെയ്യുന്നു. പിന്നെ അവർക്ക് ഷവർ വേണോ, ബോഡി വാഷ് ആണോ, എന്താണ് കാര്യങ്ങൾ, അവരുടെ പ്രിഫറൻസ് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്ത് കൊടുക്കണം. ചില പേഷ്യൻസിന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പം അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് മേക്കപ്പ് കാര്യങ്ങൾ, ഡ്രസ്സിൻ്റെ കളറ്, എന്ത് ഡ്രസ്സാണോ അതെല്ലാം അവർ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ അവരെ ഡ്രസ്സപ്പ് ചെയ്യുക. ഇൻ കേസ് ഇപ്പോൾ പേഷ്യൻസിന് അതിനുള്ള കഴിവില്ലെങ്കിൽ നമ്മൾ ആ ഒരു വെതറിന് അനുസരിച്ചുള്ള ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ. അപ്പം ഇൻകോണ്ടിനൻറ്റ് വെയർ യൂസ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇൻകോണ്ടിനൻറ്റ് വെയർ ഒക്കെ പ്രോപ്പറായിട്ട് ഇടുക. അത് പ്രോപ്പറായിട്ട് നമ്മൾ ഡേ ടൈമിലും ചേഞ്ച് ചെയ്യുക. ഓക്കെ. അപ്പം അതൊക്കെ നമ്മൾ HCSന് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയും. പക്ഷേ HCSൻ്റെ കൂട്ടത്തിൽ നമ്മളും ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനാണ്. മെഡിക്കേഷൻ നമുക്ക് നഴ്സിംഗ് ഹോമിൽ സ്ട്രിപ്പായിട്ടല്ല വരുന്നത്. കാരണം ഈ പേഷ്യൻസ് എല്ലാം ഇവിടെ ലോങ് ടൈം കെയറിലുള്ളതായിട്ട് നമ്മൾ ഇവിടെ പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ പേഷ്യൻസിൻ്റെ GP ഏതാണെന്ന് മനസ്സിലാക്കി GPയുടെ അടുത്ത് നിന്ന് പേഷ്യൻസിൻ്റെ ഓൺ മെഡിസിൻസിൻ്റെ സ്ക്രിപ്റ്റ് എടുക്കും. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രിപ്ഷനെ നമ്മൾ അയർലൻഡിൽ പറയുന്നതാണ് സ്ക്രിപ്റ്റ്. ഓക്കെ. അല്ലെങ്കിൽ GMS. അപ്പോൾ നമ്മൾ അത് റിസീവ് ചെയ്തിട്ട് അത് നമ്മൾ ഫാർമസിയിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഫാർമസിയിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഫാർമസിയിൽ നിന്ന് നമുക്ക് ഒരു ബ്ലിസ്റ്റർ പായ്ക്കായിട്ട് നമുക്ക് മെഡിസിൻസ് എല്ലാം 1 മാസത്തേക്കുള്ള മെഡിസിൻസ് നമുക്ക് വരും. അതായത് അപ്പം നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മോർണിംഗ് മെഡിസിൻസിൻ്റെ ബ്ലിസ്റ്ററിന് ഒരു പ്രത്യേകതരം കളറായിരിക്കും. ഇപ്പം നമുക്ക് സപ്പോസ് എക്സാമ്പിൾ ആണെങ്കിൽ മോർണിംഗ് മെഡിസിൻസ് പിങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ റോസ്. ഇപ്പം ആഫ്റ്റർനൂൺ മെഡിസിൻസ് ഓറഞ്ച്, നൈറ്റ് മെഡിസിൻസ് ബ്ലൂ, ഈവനിങ് മെഡിസിൻസ് റെഡ്, അങ്ങനെ പല ബ്ലിസ്റ്ററിനും പല കളറായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പേഷ്യൻസിൻ്റെ മെഡിസിൻ ഓരോന്നും ഏത് സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ പേരുണ്ട് ആ ബ്ലിസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ. അപ്പം പേഷ്യൻസിൻ്റെ പേരും കാർഡക്സും നോക്കി ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് പേഷ്യൻ്റ് ആണോ എന്ന് നമ്മുടെ 5 റൈറ്റ്സ് ഓഫ് മെഡിക്കേഷനൊക്കെ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുക. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പേഷ്യൻസിന് ബ്രേക്ക്ഫാസ്റ്റ് ഡെലിവറി ചെയ്യുക. അപ്പോൾ അതും പേഷ്യൻസിൻ്റെ ചോയ്സാണ്. യൂഷ്വലി അയർലൻഡിൽ ഓൾഡർ അഡൾട്ട്സ് അല്ലെങ്കിൽ റെസിഡൻസ് കൂടുതലും പോറിഡ്ജ് പ്രിഫർ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ പോറിഡ്ജ് വേണോ, കോൺഫ്ലെക്സ്, ഏതാണോ അവർക്ക് ഇഷ്ടമുള്ള സീരിയൽസ്, ടോസ്റ്റ്. അപ്പം അതും ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മെനു. അതുപോലെ തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻ ഓഫ് പേഷ്യൻസ് കേട്ടോ. ചില പേഷ്യൻസിനൊന്നും സ്വാളോയിങ് ഡിഫിക്കൽറ്റി ഉള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് നമുക്ക് ടോസ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റുകയില്ല. ചോക്കിംഗ് റിസ്ക് ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ അസിസ്റ്റൻസ് വേണ്ട പേഷ്യൻസ് ഉണ്ടായിരിക്കും, തന്നെ ഫീഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഫീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. HCSൻ്റെ കൂട്ടത്തിൽ അവർ ചെയ്യും. പക്ഷേ ഇൻ കേസ് ഹെൽപ്പ് വേണമെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ അവരുടെ ഡയറ്റ് ചാർട്ട് നോക്കി അവരുടെ ഫുഡ് കൺസിസ്റ്റൻസി ഏതാണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം അങ്ങനെ വേണം നമ്മൾ പേഷ്യൻസിനെ ഫീഡ് ചെയ്യുക. അതായത് ഒരു പേഷ്യൻറ്റ് നമുക്ക് അഡ്മിഷൻ ആകുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. നമ്മൾ യൂഷ്വലി റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്താൽ നമ്മൾ കിച്ചണിൽ ഏൽപ്പിക്കും. അപ്പം നഴ്സിംഗ് ഹോമിൽ തന്നെ നമുക്കൊരു കിച്ചൺ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പേഷ്യൻസിൻ്റെ ഫുഡ് വരുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു നഴ്സിംഗ് ഹോം സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു വീട് പോലെ തന്നെ, അവരുടെ പേഷ്യൻസിൻ്റെ വീട് പോലെ തന്നെ. ഓക്കെ. അവർക്ക് അവിടെ നടക്കാനും വിശ്രമിക്കാനും ഒക്കെ കോറിഡോറും ബാക്ക് യാർഡും ചെറിയ മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലൂടെയൊക്കെ പേഷ്യൻസ് നടക്കാൻ പറ്റുന്ന പേഷ്യൻസിനൊക്കെയാണ് നടക്കാം. അല്ലാതെയുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് വീൽ ചെയറിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുവന്ന് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് അവരെ നമ്മളൊരു ഹാളിലേക്ക് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെ അവരെ ചെയ്യിപ്പിക്കുക. ചിലർക്ക് കളറിങ് ആയിരിക്കും, ചിലർക്ക് പെയിൻറ്റിങ്, പുസിൽസ്, സിംഗിങ്, അല്ലെങ്കിൽ ചിലർക്ക് പാട്ട്, ചിലർക്ക് TV കാണാനായിരിക്കും. അപ്പോൾ ഏതാണോ ഇഷ്ടം അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മൾ അതിനെ എൻകറേജ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമുക്കൊരു ആക്ടിവിറ്റി കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരാൾ നമുക്കുണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റി കോർഡിനേറ്ററാണ് ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളും പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ 15 മിനിറ്റ്സ്, ഉച്ച കഴിയുമ്പോൾ നമുക്കൊരു 30 മിനിറ്റ്സ്, വൈകുന്നേരം 15 മിനിറ്റ്സ്, ടോട്ടൽ 1 hour ആണ്. അപ്പോൾ പ്രൈവറ്റിൽ അത് നമുക്ക് പെയ്ഡാണ്, HSയിൽ അത്
അൺപെയ്ഡ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹാൻഡ് ഓവർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഡയറി കാണും. നേഴ്സുമാർക്ക് എന്തൊക്കെയാണ് അന്നത്തെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആ ഡയറിക്കകത്ത് നോക്കി ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അപ്പോയിൻമെൻറ്റിന് ടാക്സി അറേഞ്ച് ചെയ്യുക. അപ്പോയിൻമെൻറ്റിന് ഇപ്പം നമുക്കറിയാം ഓൾഡർ അഡൾട്ട്സ് ആണ്, അവർക്ക് തന്നെ അപ്പോയിൻമെൻറ്റിന് കാര്യങ്ങൾക്കൊന്നും പോകത്തില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഒരു HCA സ്റ്റാഫ് എസ്കോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫാമിലി എസ്കോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുക. പിന്നെ അവർക്ക് എന്തെങ്കിലും മെഡിസിൻസ് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ ഫാർമസി വിളിച്ച് അത് അറേഞ്ച് ചെയ്യുക. പേഷ്യൻസിൻ്റെ എന്തെങ്കിലും ബേസ് ലൈനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ GPനെ ഇൻഫോം ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സിങ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യുക. പിന്നെ ഡ്രസ്സിങ് മെറ്റീരിയൽസ് ഒക്കെ എന്തെങ്കിലും ഷോർട്ടാണെങ്കിൽ അത് ഓർഡർ ചെയ്യുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഹെയർ ഡ്രസ്സർ അപ്പോയിൻമെൻറ്റ്, ആർക്കെങ്കിലും ഹെയർ ഡ്രസ്സർ വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഇതിങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നഴ്സുമാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നഴ്സിംഗ് ഹോമിൽ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഉള്ള മെയിനായിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നു. പിന്നെ നമ്മൾ പേഷ്യൻസിൻ്റെ കൂടത്തിൽ തന്നെ നമ്മളിരുന്ന് അവരോട് വർത്തമാനം പറയുക. കാരണം അവർക്ക് നമ്മളെ ഉള്ളൂ അവിടെ വർത്തമാനം പറയാനും അവരുടെ കാര്യങ്ങളൊക്കെ കൺസേൺസ് ഒക്കെ ഷെയർ ചെയ്യാനും കാര്യങ്ങൾ. അപ്പോൾ അവരോട് നമ്മളിരുന്ന് വർത്തമാനം പറയുക, അവരുടെ കൺസേൺസ് ഒക്കെ കേൾക്കുക. ഇതൊക്കെ നമുക്കൊരു നഴ്സിംഗ് ഹോമിൽ നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ്. അപ്പം അവരെ നമുക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ നമുക്ക് അവരോട് വർത്തമാനം പറയാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. അത് അവരുടെ മൂഡിനെ തന്നെ പോസിറ്റീവായിട്ട് നല്ലൊരു പോസിറ്റീവ് മൂഡ് കിട്ടാനും അത് ഒത്തിരി അവർക്ക് ഹെൽപ്ഫുള്ളാണ്. കാരണം പ്രത്യേകിച്ച് ഡെമെൻഷ്യ പേഷ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു അയർലൻഡിൽ ഒരു നഴ്സിൻ്റെ നഴ്സിംഗ് ഹോമിലെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.